ഹരിയാനയിലെയും ജമ്മുകാശ്മീരിലെയും എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്കാണ്. ഹരിയാനയിൽ കോൺഗ്രസിന് മുൻതൂക്കം നൽകി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത്. കോൺഗ്രസിന് 3-2 ഭൂരിപക്ഷം പറഞ്ഞ് റിപ്പബ്ലിക് TV. സമഗ്ര വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, ഇതുവരെ വന്ന കണക്കനുസരിച്ച് ഹരിയാനയുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹരിയാന വളരെ കൃത്യമായി ഭൂപേന്ദർ സിംഗ് ഹൂഡയ്ക്ക് കീഴിൽ അണിനിരന്നിരിക്കുന്നു. അവിടെ കോൺഗ്രസ് തൂത്തുവാരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതേസമയം ജമ്മു കാശ്മീരിൽ തൂക്ക് മന്ത്രിസഭ വരെ പ്രവചിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ജമ്മു മേഖലയിൽ BJPക്ക് ഒരു ഭൂരിപക്ഷം പറയപ്പെടുന്നു. കാശ്മീരിൽ പക്ഷേ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. സമഗ്രമായി ഈ ഫലസൂചനകളെ എങ്ങനെ വിലയിരുത്താം? നീലിമ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഹരിയാനയിൽ ഒരു ഇത്തവണ കോൺഗ്രസിൻ്റെ ക്ലിയർ സ്വീപ്പ് ഉണ്ടാകുമെന്നുള്ള പ്രവചനങ്ങൾ തന്നെയാണ് ഇതുവരെയും പുറത്തു വരുന്നത്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സർവേകളിലെല്ലാം തന്നെ ഹരിയാനയെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ തോതിൽ മുന്നേറുമെന്നുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള പ്രവചനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹരിയാനയുടെ കാര്യത്തിൽ പീപ്പിൾസ് പ്ലസ് സർവേ കോൺഗ്രസിന് 49 മുതൽ 61 സീറ്റ് വരെ പ്രവചിക്കുന്നു. BJPക്ക് 20 മുതൽ 32 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. ദൈനിക് ഭാസ്കർ കോൺഗ്രസിന് 54 സീറ്റ് വരെയും BJPക്ക് 29 സീറ്റ് വരെയുമാണ് പ്രവചനമെങ്കിൽ ധ്രുവ റിസർച്ച് ഇത്തരത്തിൽ കോൺഗ്രസിന് 64 സീറ്റ് വരെയും അതോടൊപ്പം തന്നെ BJPക്ക് 32 സീറ്റ് വരെയുമാണ് പ്രവചിക്കുന്നത്. അതിൽ തന്നെ BJPക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്ന സാഹചര്യത്തിൽ JJPക്കും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള പ്രവചനങ്ങൾ ഇപ്പോൾ ഈ സർവേകളിൽ പുറത്തു വരുന്നുണ്ട്. JJP കഴിഞ്ഞ തവണ 10 സീറ്റുകൾ നേടിയ പാർട്ടിയാണെങ്കിൽ ഇത്തവണ 1 മുതൽ 3 സീറ്റുകൾ വരെ മാത്രമായിരിക്കും JJPക്ക് ലഭിക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സർവേകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ INLD ഇത്തവണ 5 സീറ്റ് വരെ INLDക്ക് ലഭിക്കുമെന്നുള്ള ചില പ്രവചനങ്ങളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഇത്തവണ കാശ്മീരിൽ ഒരു തൂക്ക് സഭയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോളുകളിൽ നിലനിൽക്കുന്നത്.